ഈ വെക്കേഷൻ സമയത്ത് കുട്ടികളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ പാർട്ടികളിലൊക്കെ സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ കിടിലൻ റെസിപ്പിയാണ്. ഇതുണ്ടാക്കാൻ ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുത്തത്. നല്ലൊരു കളർ കിട്ടണമെങ്കിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിഥിയുടെ റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാൻ നല്ലപോലെ ചൂടായതിനു ശേഷമാണ് കേട്ടോ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും. ഒന്നിച്ചിട്ട് കൊടുത്താൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യുക. ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആവും കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ല ക്രിസ്പി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിത് ഇങ്ങനെയല്ല സെർവ് ചെയ്യുന്നത്. ഒരു പരിപാടി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും 3 ടേബിൾ സ്പൂൺ സോയ സോസും പിന്നെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആണ് കേട്ടോ ചേർക്കുന്നത്. ഇത് ചില്ലി ടൊമാറ്റോ സോസ് ആണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ചില്ലി സോസ് ചേർക്കണം. ലാസ്റ്റ് ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഹണി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആണ് കേട്ടോ. ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രൈഡ് ചിക്കനും സോസും കൂടെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടെ മിക്സ് അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് ഫൈനലി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആഹാ എന്താ ഭംഗിയില്ലേ. എന്നിട്ട് ചൂടോട് കൂടി തന്നെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് അങ്ങനെ ചൂടോട് കൂടി തന്നെ കഴിക്കുക. നല്ല സ്പൈസി ക്രിസ്പി ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടമാവും കേട്ടോ. റിഷുവിന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എനിക്കും നല്ല ഇഷ്ടമായി. സൂപ്പർ ടേസ്റ്റാണ്.